സംസ്ഥാന സർക്കാരിനും CPM-നും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. സുപ്രീം കോടതി വടിയെടുത്തു. തിരുനെല്ലി, തൃശ്ശിലേരി ക്ഷേത്രങ്ങളുടെ സ്ഥിര നിക്ഷേപം CPM ഭരിക്കുന്ന സഹകരണ ബാങ്ക് തിരികെ നൽകിയെന്ന വാർത്ത ഒരു വശത്ത്. മറുവശത്ത് തിരുവനന്തപുരത്ത് പാളയത്ത് നിന്ന് മാത്രം കെട്ടിട നികുതി 13 കോടിയോളം രൂപ കുടിശ്ശിക. 30 വാർഡുകളിലെ വസ്തുനികുതി കുടിശ്ശിക 61 കോടിയോളം. കെട്ടിടങ്ങൾ CPM ബിനാമികളുടേത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്ത്. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും CPM-ന് മുന്നിൽ ചോദ്യങ്ങൾ നിരവധിയാണ്. SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളതും പുതിയ ചോദ്യം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് വസ്തുനികുതി ഇനത്തിൽ ലഭിക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ. സ്വകാര്യ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് കോടികളാണ് പിരിച്ചെടുക്കാനുള്ളത്. കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രമുഖ മാധ്യമം പൊതു ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നഗരസഭയുടെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായ വസ്തുനികുതി ഇനത്തിൽ വൻ കുടിശ്ശികയാണ് പിരിച്ചെടുക്കാൻ അവശേഷിക്കുന്നത്. നഗരസഭയുടെ 30ഓളം വാർഡുകളിലുള്ള അനധികൃത ഹോട്ടലുകൾ, റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള അനധികൃത കെട്ടിടങ്ങൾ, മറ്റ് വാണിജ്യ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ എന്നിവയുടെ വസ്തുനികുതി പരിശോധനയിൽ കോടികളുടെ കുടിശ്ശികയാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വകാര്യ കെട്ടിടങ്ങളിൽ കൂടുതലും CPM പ്രാദേശിക നേതാക്കളോ അനുഭാവികളോ ലേലത്തിനെടുത്തവ. ബിനാമി പേരിൽ വൻകിട CPM നേതാക്കൾ ലേലത്തിനെടുത്തിട്ടുള്ളവയും ഇക്കൂട്ടത്തിലുണ്ട്. വാടകയും നികുതിയും ലേലത്തുകയും യഥാസമയം തിരിച്ചെടുക്കാത്തതിനാൽ വൻ വരുമാന ചോർച്ചയാണ് കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത്. മുൻ വർഷത്തെ കുടിശ്ശികയും കൂടി ചേർന്ന് 107 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. നഗരസഭ മെയിൻ ഓഫീസ് പരിധിയിലെ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശികയും കോടികളാണ്. കടകംപള്ളി സോണൽ ഓഫീസ് പരിധിയിലെ കടമുറികളുടെ വാടക ഈടാക്കിയിട്ടില്ല. പാർക്കിംഗ് ഏരിയ, മാർക്കറ്റ്, കമ്മ്യൂണിറ്റി ഹാൾ എന്നിവയുടെ ലേലത്തുകയിലും 10 ലക്ഷത്തോളം രൂപ പിരിച്ചെടുക്കാൻ അവശേഷിക്കുന്നു. ഇവയെല്ലാം CPM ബിനാമികളായ വ്യക്തികളെ വച്ച് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിമർശനം. കുടിശ്ശിക ചോദിച്ചാൽ ജീവനക്കാരെ വിരട്ടുന്നതും പതിവാണെന്നും ആക്ഷേപമുണ്ട്. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെയും തൃശ്ശിലേരി ശിവക്ഷേത്രത്തിന്റെയും സ്ഥിര നിക്ഷേപം തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് തിരികെ നൽകി. 9 കോടി രൂപയാണ് കഴിഞ്ഞ 30 കൈമാറിയത്. 17 കോടി ആകെ ഉണ്ടായിരുന്ന നിക്ഷേപം. ഇതിൽ 8 കോടി രൂപ നേരത്തെ തിരികെ നൽകിയിരുന്നു. തിരുനെല്ലി, തൃശ്ശിലേരി ദേവസ്വങ്ങൾ സ്ഥിര നിക്ഷേപം നടത്തിയിട്ടുള്ള 5 സഹകരണ സംഘങ്ങളും CPM നിയന്ത്രണത്തിലുള്ളതാണ്. നിക്ഷേപം ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. കോടതി ഉത്തരവ് പാലിക്കാതിരുന്ന ബാങ്കിന്റെ നടപടി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ ക്ഷേത്രങ്ങളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ നിന്നും ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കോടതി ഉത്തരവിനെതിരെ മാനന്തവാടി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയും തിരുനെല്ലി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കാലാവധി പൂർത്തിയാകാതെ ക്ഷേത്രത്തിന്റെ നിക്ഷേപങ്ങൾ ഒറ്റയടിക്ക് പിൻവലിച്ചാൽ സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് അവർ വാദിച്ചു. എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ക്ഷേത്ര വരുമാനം ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്നും അത് ക്ഷേത്ര താൽപര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ. ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. SP ശശിധരൻ നേരിട്ട് ഹാജരായി 4ാമത്തെ ഇടക്കാല റിപ്പോർട്ട് നൽകും. ഡിസംബർ 3 കേസ് പരിഗണിച്ച കോടതി CPM നേതാവ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷമുള്ള മെല്ലെപ്പോക്കിനെ വിമർശിച്ചിരുന്നു. വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം ഉയർത്തിയിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗമായ വിജയകുമാർ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുടെ അറസ്റ്റ് സംബന്ധിച്ച വിവരങ്ങളും കോടതിക്ക് കൈമാറും. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉന്നയിച്ച അന്തർ സംസ്ഥാന പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് ശബരിമല കേസുമായി ബന്ധമുണ്ടോ എന്ന പരിശോധനയും നടത്തിയിരുന്നു. ചെന്നൈ വ്യാപാരി D മണിയെ ചോദ്യം ചെയ്ത് ലഭിച്ച വിവരങ്ങളും കോടതിക്ക് കൈമാറും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N പ്രശാന്തിനെയും ചോദ്യം ചെയ്ത വിവരങ്ങളും കോടതിക്ക് കൈമാറും. ജനുവരി 17 വരെയാണ് അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിലവിൽ SITക്ക് അനുവദിച്ച സമയം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും.